ഈ കൂട്ടത്തിൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മാഡം. എനിക്ക് ഈ ജ്യോതിഷത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ല മാഡം. നിങ്ങൾക്ക് ജ്യോതിഷത്തിൽ ഒട്ടും വിശ്വാസമില്ല. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയൂ. 5/2/1994. അതെ, അത് തന്നെ. ഈശ്വര, കവറിലാണോ എന്റെ ജാതകം ഇരിക്കുന്നത്? മൈ ഗാഡ്, എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. തലയിലൂടെയാണെന്ന് തോന്നുന്നു കണക്ഷൻ. നിങ്ങളുടെ ചുണ്ടലി ചുണ്ടലിയോ? മണ്ഡലം മണ്ഡലമോ? മണ്ഡലമല്ല, കുണ്ടലി അനലൈസ് ചെയ്ത പ്രകാരം നിങ്ങൾക്ക് ഈ ഫെബ്രുവരി 5 കഴിഞ്ഞപ്പോൾ 32 വയസ്സായി അല്ലേ? അതെ അതെ മാഡം, കറക്റ്റ്. ഇതിൽ നിന്ന് 32ലേക്ക് കടന്നു. നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ നിങ്ങൾ ആദിത്യ ദേവനെ കാണുന്നു അല്ലേ? അല്ല, സുകുമാരൻ. സൂര്യനാണോ? സൂര്യനെ തന്നെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് ചോറ് തിന്നതിന് ശേഷം അടുത്ത പ്ലേറ്റ് ചോറ് തിന്നാനായിട്ട് സാധിക്കുന്നില്ല. ഇല്ല മാഡം. ഏമ്പൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതെ മാഡം, അതെ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സ്ഥിരമായി കണ്ണടയ്ക്കാറുണ്ട്. അയ്യോ മാഡം, മഹാത്ഭുതം. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് മാഡം. ഇതിൽ നിന്നൊക്കെ എങ്ങനെയല്ലേ എന്നെ രക്ഷിക്കും മാഡം? ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്റെ കയ്യിൽ പരിഹാരമുണ്ട്. പിന്നെ എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നു. പക്ഷെ എന്നോടുള്ള ചാറ്റ് തികച്ചും സൗജന്യമാണ്. ആദ്യത്തേത് കേട്ടോ. അപ്പം ആപ്രാടാക് എന്ന് പറയുന്ന എന്റെ ഈ ആപ്പിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എന്നോട് പോംവഴി ചോദിക്കാവുന്നതാണ്. എല്ലാവിധ പോംവഴികൾക്കും നിങ്ങൾക്ക് ആപ്രോടാക് എന്ന ആപ്പിലൂടെ ഈ ജ്യോതിഷിയായ ചിത്താനന്ദ സ്വരൂപിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങളും ആസ്ട്രോടോക്കിലേക്ക് പേര് രജിസ്റ്റർ ചെയ്തില്ലേ? നിങ്ങളുടെ ജനന തീയതി മാത്രം ഉപയോഗിച്ച് ഞാൻ ഈ കണ്ട കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോ ഇപ്പൊ നമ്മൾ ഫോൺ തുറന്ന മുമ്പ് കണ്ട ഈ ഗെറ്റപ്പിലുള്ള ചില ആൾക്കാർ വന്ന് നമ്മുടെ യൂട്യൂബിന്റെ ആഡ് ഫുള്ള് നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഒരുപാട് ആപ്പുകൾ, ആസ്ട്രോടോക്ക്, ആപ്രോടോക്ക്, ഞാൻ ഒരുപാട് ആപ്പുകളെ പറ്റി ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ ഇത്തരമുള്ള ആപ്പുകളിലൂടെയൊക്കെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരാമെന്നൊക്കെ അവർ പറയും. ശാസ്ത്രം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളോ നമ്മുടെ ഔചിത്യപൂർണ്ണമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളോ തെറ്റായിട്ടുള്ള രീതിയിലല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് ഒരു 10 മിനിറ്റ് ചിന്തിച്ച് സമചിത്തതയോടെ നമ്മളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ കുറെയൊക്കെ നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ബുദ്ധിമുട്ടുകളെയൊക്കെ നമുക്ക് നേരിടാൻ പറ്റും. അല്ലാതെ ഇതുപോലൊരു ഗെറ്റപ്പിൽ വന്നിരുന്ന ഒരാൾ നമ്മുടെ ഫ്യൂച്ചറിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെങ്കിൽ പിന്നെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊക്കെ എന്ത് വിലയാണുള്ളത്? തട്ടിപ്പുകളിലൊക്കെ ചെന്ന് വീഴാതിരിക്കും. ഇതൊക്കെ ആർക്കും എങ്ങനെ വേണമെങ്കിലും സൃഷ്ടിക്കാവുന്ന ചില തട്ടിപ്പുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള തട്ടിപ്പുകളായിട്ടുള്ള ആപ്പുകളിലൊന്നും പോകാതിരിക്കുക കേട്ടോ. അപ്പൊ ഇതൊരു വാണിംഗ് വീഡിയോ ആയിട്ട് തന്നെ കണ്ടോ. അതായത് പോകാമട്ടെ ഒരു കാര്യം കൂടെ, ഇത്തരമുള്ള അബദ്ധങ്ങൾ ഒരു തവണ നമുക്ക് പറ്റാം. പക്ഷെ എപ്പോഴും നമ്മൾക്ക് അബദ്ധങ്ങൾ പറ്റിക്കാനും അല്ലെങ്കിൽ നമ്മളെ കബളിപ്പിക്കാനും നമ്മൾ അങ്ങനെ ഒരാൾക്ക് അവസരം കൊടുക്കരുത്. അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല ഉപദേശങ്ങൾ കൂടെ കൂട്ടുക, വേണ്ടാത്തതിനെ ഉപേക്ഷിക്കുക. മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനും നമുക്ക് നേടാനുമുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ആധികാരികമായി തന്നെ നമുക്ക് ചിത്തതയോടെ മുന്നോട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കാനും ഏറ്റെടുക്കുവാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ നമ്മളെ വിശ്വസിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. അല്ലാതെ ഈ ആപ്പും ആ ജ്യോതിഷി, ഈ ചന്ദ്രനും ഈ സൂര്യനും ഒക്കെ നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കരുത്. നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. അപ്പൊ ഇത്രയും നേരം എന്നെ സഹിച്ചതിനും എന്റെ വീഡിയോ കണ്ട് ആസ്വദിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു.